ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വെറൈറ്റി ടൈപ്പായിട്ടുള്ള ഒരു നല്ല അടിപൊളി ചിക്കൻ കറി. അപ്പോൾ അധികം നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് അതിൻ്റെ സ്മെല്ലൊന്ന് പോകണം കേട്ടോ. നമ്മൾ മറ്റേ പച്ച സ്മെല്ലുണ്ടാവുമല്ലോ, ആ സ്മെല്ലൊക്കെ പോയി ഒരു നല്ല സ്മെല്ല് വരണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ആരിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്നും ഉണ്ടാക്കുന്ന കറീനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് മാറ്റി പിടിച്ചുണ്ടാക്കി നോക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഞാൻ എന്തായാലും പേരൊന്നും കണ്ടുവച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഓക്കെ, ഇനി നമുക്കിതിൽ കേടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നമ്മൾ ഒട്ടും കായം പാട്ടണ്ട, ഒന്നിലിട്ട് വെക്കണ്ട. നമ്മൾ നല്ല രീതിയിൽ കഴുകി വെച്ച് നല്ലൊരു ചിക്കൻ എടുത്തിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, കായം പാട്ടണ്ട, ഒന്നും ചെയ്യേണ്ട. നോർമൽ നമ്മൾ കഴുകി വെച്ച് സാധാ ചിക്കൻ, ആ ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിനി ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. ഇനി ബാക്കി പരിപാടികൾ നമുക്ക് കിടക്കാൻ പോകണുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പും കുരുമുളക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഒന്ന് പൊരിച്ചെടുക്കുമല്ലോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ആക്കിയെടുക്കണം നമ്മൾ ചിക്കൻ. ഓക്കെ, അങ്ങനത്തെ മക്കളെ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടാണ്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിന് കിട്ടാനുള്ളത്. അടിപൊളി സ്മെല്ലാണ്. അതുപോലെ നമ്മൾ ചിക്കനിൻ്റെ ഈ രൂപത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലും കളറൊക്കെ കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടി അടിപൊളി ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുക്കർ ചൂടായതിനു ശേഷം കുക്കറാട്ടോ അടുപ്പത്ത് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കുക്കർ ചൂടായതിനു വെച്ചാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച വെളിച്ചെണ്ണുണ്ടല്ലോ, അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഓയിലിനേക്കാളും ടേസ്റ്റ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വെളിച്ചെണ്ണയാണ്. ഓയിൽ ഉണ്ടാക്കണ ഫുഡ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തേനൊക്കെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ കറിക്കൊക്കെ നമ്മൾ എന്താ പറയുക, വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഓയിൽ വല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്മെല്ലൊക്കെ വരുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മളെ കുഞ്ഞതാക്കി അരിഞ്ഞ് വെച്ചാൽ നമ്മളെ സബോള ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 സബോള ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ പറയുക, എല്ലാത്തിലും എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് മിക്സായി കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തത് എന്താണെന്ന് വേണ്ടത് വെച്ചാൽ നമ്മൾ ഉപ്പ് വേണം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള നമുക്ക് വേഗം വഴറ്റി കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്കായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ പച്ചമുളക് നമ്മൾ ചതച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഒരു 2-3 പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ നമ്മളെ ഈ ഒരു രീതിയിലായിട്ട് കിട്ടണം കേട്ടോ. നമ്മുടെ സബോളയും പച്ചമുളകും എല്ലാം നമുക്ക് ഈ ഒരു രീതിയിലായിട്ട് കിട്ടണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിലെന്താ തക്കാളി ഒന്നും ആവശ്യമില്ലേന്ന്. നമുക്കതൊന്നും ഇപ്പം ആവശ്യമില്ല. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മുളകും പൊടി 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സവോളൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യട്ടെ നമ്മൾ പൊടികളെല്ലാതും. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മസാലപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയുള്ളതാട്ടോ. നമ്മുടെ മല്ലി, അതുപോലെ നമ്മളെ ഉലുവ, പിന്നെന്താ പറയുക, കടുക്, നമ്മുടെ 2 വലിയ ജീരകയും നല്ല ജീരകയും പെരുംജീരകയും, അതെല്ലായിടത്തും നമുക്ക് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള കേട്ടോ. അതൊരു അടിപൊളി സ്മെല്ലുള്ളൊരു മസാല കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല കുരുമുളക് പൊടി കുറച്ച് ആവശ്യത്തിന് വേണം കേട്ടോ. കുറച്ചധികം കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ ചിക്കൻ നല്ലപോലെ ഇട്ടിട്ട് എല്ലാതും നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഒരു സാധനം വരാൻ കിടക്കുന്നത്, നമ്മുടെ തക്കാളി നമ്മൾ ലാസ്റ്റ് ആട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ തക്കാളി ചെറിയതാക്കി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലും ഈ മസാലയിലേക്കൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. മസാല എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിൻ്റെ മൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരെ നമുക്കൊന്ന് വെക്കാം. അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയത്. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ നമുക്ക് കുക്കറിൻ്റെ ഒരു 2 വിസിൽ വരണ വരെ 2 1 ഒരു വിസിലും ആദ്യം അടിഞ്ഞതല്ലോ, 1 2 വിസിൽ അടിയണ വരെ ഒന്നും കൂടി നമുക്ക് നമ്മളെ ചിക്കനിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അത് മന്തി റൈസിക്കാണ് ഞാൻ ഇപ്പോൾ കൂട്ടുന്നത്. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. നമ്മൾ പൊറോട്ടയ്ക്കായാലും ചപ്പാത്തിക്കായാലും മന്തി റൈസിക്കായാലും നെയ്ച്ചോറിക്കായാലും സൂപ്പറാണ് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.